ടു Xylem ലേണിംഗ്. സോ ഇന്ന് മിസ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് നമ്മുടെ Xylem ആപ്പ് പർച്ചേസ് ചെയ്യാന്നുള്ളത്. സോ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോർ ഉണ്ടാവുമല്ലോ അല്ലേ, ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ സെർച്ച് ബട്ടണിലോട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇവിടെ Xylem ഫിസിക്സ് വാല എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ മിസ് ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. റെഡി? അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. മിസ് അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന ശേഷം നിങ്ങളോട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും. സോ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ഇന്ത്യയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 ഡിജിറ്റ് OTP വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ Xylem ആപ്പിലോട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ അതർ എക്സാംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ സ്കൂൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ക്ലാസ് 5 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്ലാസ് 5 ആണ് മിസ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ക്ലാസ് 5 നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ബൈ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്തു എന്നുള്ള രീതിയിലൂടെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ബൈ നൗ ചെയ്തു. ദെൻ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് ഓപ്ഷൻ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പ്രൊസീഡ് ടു ബൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാസോർ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ UPI ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ കാർഡ് ഉണ്ട്. നിങ്ങൾക്ക് കാർഡ് വൈസ് വേണമെങ്കിലും ചെയ്യാം, അല്ല ഗൂഗിൾ പേ ഫോൺ പേ ആണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ചെയ്യാം. മിസ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം നമ്മൾ UPI ഒന്ന് സെലക്ട് ചെയ്യാണ്. UPI സെലക്ട് ചെയ്ത് മൊബൈൽ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് പേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തു, നമ്മുടെ ആപ്പ് അവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, യെസ്, ഇവിടെ മിസ് ഓൾറെഡി എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യേണ്ടത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മുടെ Xylem ആപ്പ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നുണ്ട്. സോ അതുവരേക്കും ബൈ.